ആറാട്ടുപുഴ പൂരത്തിന്റെ നായകനായ തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് വ്യാഴാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 1:10-നും 2-നും മധ്യയാണ് പുറപ്പാട് ചടങ്ങുകൾ നടക്കുക. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകുന്നതോടെ തൃക്കോൽ ശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് തേവരെ സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കും. 2 ആനകൾ കൂടി അകമ്പടിയാകും. പടിഞ്ഞാറേ നടയിൽ നിന്ന് 5 ആനകളോടെ തേവർ സെയ്തുകുളം ആറാട്ടിന് എഴുന്നള്ളും. തൃപ്രയാർ തേവരുടെ പൂരം പുറപ്പാടിനും അതുപോലെ തന്നെ ഗ്രാമപ്രദക്ഷിണത്തിനും അതിനോടനുബന്ധിച്ചുള്ള ആറാട്ടുകൾക്കും വേണ്ട ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത ഭഗവാന്റെ സ്വർണ്ണക്കോലത്തിൻ്റെ മകുടവും ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും 20 ഗ്രാം സ്വർണം അനുവദിച്ച് ആ മകുടത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തേവരുടെ തിടമ്പേറ്റിയ ആനയ്ക്ക് വേണ്ട എല്ലാ ചമയങ്ങളും ഏറ്റവും പുതിയ ചമയങ്ങൾ വിവിധ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതുപോലെ തന്നെ ആറാട്ടുകുളങ്ങൾ എല്ലാം ചേർത്ത് ആറാട്ടിനു വേണ്ടി തയ്യാറാക്കുന്ന പണികളും ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട ദേവസ്വം കമ്മീഷണറും അസിസ്റ്റൻ്റ് കമ്മീഷണറും എല്ലാം ചേർന്ന് ബഹുമാനായ ക്ഷേത്രം തന്ത്രിയുമായി ചർച്ച നടത്തിയാണ് ഈ പുത്തൻകുളം ചേറെടുത്ത് മുഴുവൻ വെള്ളവും വറ്റിച്ച് ചേറെടുത്ത് വൃത്തിയാക്കുന്നതിന് തീരുമാനിച്ചത്. മകീരം പുറപ്പാടിനോടനുബന്ധിച്ച് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം വിപുലമായ അന്നദാനത്തിന് പ്രസാദൂട്ടിന് വേണ്ട ഒരുക്കങ്ങൾ ഊട്ടുപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട യാത്രകളിലും ആറാട്ട് ചടങ്ങുകളിലും അതുപോലെ തന്നെ ആറാട്ടുപുഴയിലേക്കുള്ള ആ മനോഹരമായ യാത്രയിലും എല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആറാട്ടിന് ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളുന്ന തേവർക്ക് ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ട് നടത്തും. ഭാരതത്തിലെ ഒരേ ഒരു ദേവസംഗമത്തിനായും കൊണ്ട് തൃപ്രയാർ തേവരുടെ പുറപ്പാടാണ്. ഈ പുറപ്പാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാധാരണ ഏകാദശി അല്ലെങ്കിൽ സാധാരണ ശിവേലികൾക്ക് എടുക്കുന്ന ഒരു തെടുമ്പല്ല നമ്മൾ പൂരക്കാലത്ത് എടുക്കുക. ശ്രീഭൂമി സമേതനായിട്ട് ശ്രീ ഭഗവതി ഭൂമി ഭഗവതിയോട് കൂടിയിട്ടുള്ള തെടുമ്പാണ് പൂരക്കാലത്ത് സാധാരണ എടുക്കുക. വളരെ വിശേഷമായിട്ടുള്ളൊരു പ്രത്യേകത തന്നെയാണ്. കാരണം ഈ ഒരു 8 ദിവസം മാത്രമേ നമ്മളത് പുറത്തേക്ക് പുറപ്പാടിന് ശേഷം കൊണ്ടുപോകുള്ളൂ. അതും ഭക്തർക്ക് തൊഴാൻ വേണ്ടിയും ആ ഒരു പ്രത്യേക സങ്കല്പത്തോട് കൂടിയിട്ടുള്ള യാത്രകളാണ്. അതുകൊണ്ടാണ് ശ്രീഭൂമി സമേതനായിട്ടുള്ള തേവരായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. ഒരു ഉത്സവത്തിൻ്റെ ഒരു കൊടിയേറ്റം പോലെയല്ല തേവരുടെ പുറപ്പാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂടെ വാദ്യഘോഷങ്ങൾ ആഘോഷങ്ങൾ ഭക്തരെ എല്ലാം കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം അത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ശ്രീരാമസ്വാമിയാണ്. ത്രിമൂർത്തി ചൈതന്യത്തോടു കൂടിയും ഭൂമിയും ഭഗവതിയോടും കൂടിയിട്ടുള്ള ശ്രീരാമസ്വാമി ഭാരതത്തിൽ വേറെ ഇല്ല. അനവധി പ്രത്യേകതകളെ കൊണ്ടാണ് തൃപ്രയാർ ഇത്രയും പ്രസിദ്ധിയായിട്ട് ഈ ദേവസംഗമം എന്നുള്ളതിലേക്ക് തേവരെത്തിച്ചേരാൻ കാരണം. അപ്പോൾ എന്താ പറയുക, ഭാരതത്തിൽ തന്നെ വേറൊരു ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്നൊരു ദേവസംഗമല്ല. തൻ്റെ ഭക്തരെ കാണാൻ വേണ്ടിയും അവരുടെ ദുഃഖങ്ങൾ ശ്രവിക്കാനും ആ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാനും അതുപോലെ അവർക്കത് പറവച്ച് സ്വീകരിച്ച് തേവരുടെ അനുഗ്രഹത്തിനും വേണ്ടിയാണ് ഈ സ്വന്തം മണ്ണിലൂടെയാണ് യാത്ര. അതേപോലെ സ്വന്തം പള്ളിയോടത്തിലൂടെ അക്കരെ. അപ്പോൾ പുണ്യനദിയായിട്ടുള്ള തീവ്ര നദി പോലും ആ സമയത്ത് നിശ്ചലമായിട്ട് നിൽക്കുന്ന പറയാം അദ്ദേഹത്തിന് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം 33 കോടി ദേവീദേവന്മാരുടെ ഒരു എന്താ പറയുക ഒരു പുഷ്പവൃഷ്ടി നടത്തുകയാണ് ദേവമേളയ്ക്ക് ആ സമയത്ത്. അപ്പോൾ അവർ മുഴുവൻ നാളെ കാശിയിൽ വരെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയണത്. അപ്പോൾ തേവർ പുറപ്പെടുന്ന ആ മുഹൂർത്തത്തിനാണ് പ്രത്യേകത. അപ്പോൾ ആ മുഹൂർത്തത്തിന് ഭക്തർക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നുള്ള ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 4-ന് രാവിലെ 7:30-ന് സ്വർണ്ണക്കോലത്തിൽ 3 ആനകളോടെ പഞ്ചാരി മേളത്തോടെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിൽ ആറാടി തിരിച്ചെത്തും. വൈകിട്ട് 4-ഓടെ കാട്ടൂർ പൂരത്തിന് പുറപ്പെടും. ഏപ്രിൽ 5-ന് രാവിലെ 8-ഓടെ ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടിനായി പുറപ്പെടും. വൈകിട്ട് നിയമവെടിക്ക് ശേഷം കുറുക്കൻകുളത്തിൽ ആറാട്ടിന് പുറപ്പെടും. ഏപ്രിൽ 6-ന് തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിലെ സവിശേഷ ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടക്കും.
പുലർച്ചെ 5-ന് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുത്ത് കോതകുളത്തിൽ ആറാടിയാണ് തേവർ പൈനൂർ പാടത്തെ ചാലുകുത്തലിന് യാത്രയാവുക. വൈകിട്ട് രാമൻകുളം ആറാട്ടിന് പുറപ്പെടും. ഏപ്രിൽ 7-ന് സന്ധ്യയ്ക്ക് കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിനായി സ്വന്തം പള്ളിയോടത്തിൽ തേവർ പുഴ കടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം നടക്കും. ഏപ്രിൽ 9-ന് തേവർ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ യാത്രയാകും. വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് പള്ളിയോടത്തിൽ സ്വർണ്ണക്കോലത്തിൽ പുഴ കടക്കും.